കാരണം ഇസ്രായേൽ പറയുന്നത് ഇവരെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ഗാസ മുഴുവനായിട്ട് ഒഴിയിക്കണം, അതുപോലെ ഹമാസിനെ നശിപ്പിക്കണം. ഇതൊക്കെ വലിയ വലിയ ഉദ്ദേശങ്ങളാണ്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് ബദലായി ചെയ്യേണ്ടത് ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലും പാലസ്തീനും സ്വതന്ത്രരാകണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ അവരൊട്ടും അംഗീകരിക്കുന്നില്ല. അമേരിക്ക പോലും അംഗീകരിക്കുന്നുണ്ട് ഈ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ വേണം. അപ്പൊ എല്ലാ ലോകത്തുള്ള കൂടുതൽ രാജ്യങ്ങളും അതിനാണ് ശ്രമിക്കുന്നത്. പാലസ്തീൻ രാജ്യം, ഒരു പാലസ്തീൻ അതോറിറ്റി ഇപ്പൊ തന്നെ ഉണ്ട് വെസ്റ്റ് ബാങ്കിൽ. പക്ഷെ അവർക്ക് വലിയ അധികാരമൊന്നുമില്ല. പാലസ്തീനികൾ ഇപ്പോഴും ഇവരുടെ തടവുകാരായിട്ടാണ് ഇസ്രായേലിൽ താമസിക്കുന്നത്. അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഹമാസ് ഈ യുദ്ധം തുടങ്ങിയത്. അവരാണല്ലോ തുടങ്ങിയത്, സാധാരണ ഇസ്രായേലാണ് തുടങ്ങുന്നത്. ഇവരെ തുടങ്ങാനുള്ള കാരണം ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലും UAE ആയിട്ട്, ഇസ്രായേലും മൊറോക്കോയുമായിട്ട്, അങ്ങനെ ധാരാളം അറബ് രാജ്യങ്ങളായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അതിനടുത്ത സ്റ്റെപ്പ് സൗദി അറേബ്യയും അമേരിക്കയും UAEയും എല്ലാം കൂടെ ചേർന്ന ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പാലസ്തീൻ ഒരിക്കലും കാണില്ല. ആ ഭയം കൊണ്ടാണ് ഹമാസ് ഇപ്പൊ അറ്റാക്ക് ചെയ്തത്. അതവർ വിജയിച്ചു. കാരണം ഇപ്പോൾ അറബുകാരെല്ലാം അറബ് രാജ്യങ്ങൾ പറയുന്നത് പാലസ്തീൻ്റെ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്നാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം അതായിരുന്നു. 25,000-26,000 ആളുകൾ മരിച്ചു. എന്നാലും അവർ ഉദ്ദേശിച്ച ഫലം കിട്ടി അതിന്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട്, 75 വർഷമായില്ല, ഇത് പല പ്രൈം മിനിസ്റ്റേഴ്സും ഉണ്ട്, പല ഗവൺമെന്റുകളും ഉണ്ടായിട്ടുണ്ട്, പല പോളിസിയും ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്ന കാലത്ത് കൂടി നമ്മൾ കടന്നുപോയിട്ടുണ്ട്. യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 1991 ചൈനീസ് അഗ്രഷൻ, അത് കഴിഞ്ഞ് പാകിസ്ഥാനുമായിട്ട് യുദ്ധം, ബംഗ്ലാദേശ് യുദ്ധം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അത് ആ സമയത്തെല്ലാം അധികാരത്തിലിരുന്നവരെല്ലാം ഇന്ത്യയുടെ ഗുണത്തിന് വേണ്ടിയും ഇന്ത്യക്കാരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. വലിയ പരാജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. യുദ്ധമൊക്കെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലുണ്ട്. അപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നു, എല്ലാവരോടും സഹകരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കുറച്ചും കൂടി ഇഫക്റ്റീവ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിനുള്ള പാർലമെന്ററി മെജോറിറ്റി, അത് വളരെ ഫാക്ടറാണ്. അപ്പൊ പിന്നെ ഇന്ത്യയുടെ എത്ര മില്യൺ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതാത് കാലത്തിന്റെ സംഭാവനകളാണ്, അതാത് പ്രധാനമന്ത്രിമാരുടെയും. അത് ഒറ്റയാളിന്റെ നേതൃത്വം കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ഇല്ല, അതൊരു പാകിസ്ഥാനിലെ അവരുടെ ഇന്റേണൽ കാര്യമല്ലേ. പല പ്രധാനമന്ത്രിമാരും വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. അത് വലിയ വ്യത്യാസമൊന്നും നമുക്കുണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഭരിക്കുന്നത് ഈ പ്രധാനമന്ത്രിമാരൊന്നുമല്ല, സൈന്യമാണ് ഭരിക്കുന്നത്. അപ്പൊ സൈന്യം ഓരോരുത്തരെ പ്രധാനമന്ത്രിയാക്കുന്നു, പറഞ്ഞയക്കുന്നു, ജയിലിലാക്കുന്നു, തൂക്കിക്കൊല്ലുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരെയും തമാശയായിട്ട് പറയുന്നത്, മറ്റു രാജ്യങ്ങൾക്ക് ഒരു ആർമി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ആർമിക്ക് ഒരു രാജ്യമുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആർമിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇപ്പോഴൊരു വലിയ അതിശയമുണ്ടായിരിക്കുന്നത്, ആർമി പരാജയപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ്. അതാരും പ്രതീക്ഷിച്ചതല്ല. ഇമ്രാൻഖാനെ പ്രധാനമന്ത്രിയാക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഇമ്രാൻഖാൻ അവർക്കെതിരായി പ്രവർത്തിച്ചു എന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇമ്രാൻഖാൻ തോൽക്കും. കാരണം ആർമി വളരെയധികം അതിൽ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തോൽക്കുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ എല്ലാവർക്കും അതിശയമായിട്ട് അദ്ദേഹത്തിന് കുറെ മെജോറിറ്റി കിട്ടി. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാവാനൊന്നും അവർ സമ്മതിക്കില്ല. ആർമിയാണ് ഫൈനൽ അതോറിറ്റി. അപ്പൊ നമ്മളിപ്പോൾ കേൾക്കുന്നത് നവാസ് ഷെരീഫും വിസ്വാൽ ഭുട്ടോയുടെ മകനും പ്രൈം മിനിസ്റ്റർ ഭുട്ടോയുടെ മകനും കൂടെ ചേർന്ന് ഒരു കോalition ഉണ്ടാക്കുമെന്നും അവർ അധികാരത്തിൽ വരുമെന്നും അവർക്ക് ആർമിയുടെ സപ്പോർട്ട് കിട്ടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ ഇനിയും അറിയാനുണ്ട്, കുറേ ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇത് വ്യക്തമായി അറിയാൻ കഴിയും. പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഇങ്ങനെ തന്നെ തുടരും. കാരണം അവർക്ക് കാശ്മീർ ഇഷ്യൂ കോർ ഇഷ്യൂ ആണെന്ന് പറയുന്നു. നമ്മളാണ് കാശ്മീർ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അതുകൊണ്ട് ഈ ബന്ധം ഇങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകും. അല്ലാതെ ഒരു വ്യത്യാസം ഇതുകൊണ്ട് വരാൻ പോകുന്നില്ല.